പപ്പാ എന്ത് ചെയ്യാ? ഞാനേ എൻ്റെ കുറേ പഴയ പുസ്തകങ്ങൾ ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കുക. എന്തിനിപ്പോ പഴയ ബുക്കൊക്കെ? അതിനകത്ത് വില മതിക്കാൻ പറ്റാത്ത പല കണ്ടുപിടുത്തങ്ങളും ഞാൻ എഴുതിയ ബുക്കുകൾ അതിനകത്തുണ്ട്. ഇറക്കിയിട്ടുണ്ട് അടുത്ത കണ്ടുപിടുത്തം. മാറിക്ക പപ്പാ, ഞാൻ ചായ കുടിക്കട്ടെ. അങ്ങോട്ട് 24 മണിക്കൂർ ചായ നിനക്ക് ചായ ഇല്ലാതെ കൈവശം തന്നാ പിന്നെ മനുഷ്യരെല്ലാം കുടിക്കണ്ടേ? മനുഷ്യരല്ലേ കുടിക്കണെന്ന് വെച്ചാൽ ചായ കുടിക്കണത് നീ ഒറ്റ ഒരുത്തിയാണ് ഇവിടുത്തെ ഗ്യാസ് മൊത്തം തീർക്കണത്. അല്ലെങ്കിൽ തന്നെ വളരെ കാര്യമായിട്ടുള്ള കാര്യം ഞാൻ സംസാരിച്ചിരിക്കുകയാണ്. ഇത്രയും നല്ല ബുക്കിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വാക്ക് അത് ചോദിക്കണം. അതെങ്ങനെ വിവരം വേണ്ടേ? നാട്ടിൽ നിന്ന് കള്ളവും പറഞ്ഞ് നീ വന്നിക്കല്ലേ പഠിക്കാനെന്ന് പറഞ്ഞിട്ട്. ചുമ്മാ ചൊറിയല്ലേ? എന്തോ ചൊറിയല്ലേ? അതിന് മാത്രം എന്ത് കണ്ടുപിടുത്ത ബുക്കിൽ എന്ന് വെച്ചാൽ അത് നീ സൈക്കിൾ പമ്പ് കേട്ടിട്ടുണ്ടാ? ഇങ്ങനെ കാട്ടിന്റെ സൈക്കിൾ പമ്പ്. അതിനകത്ത് എങ്ങനെ കാറ്റ് വരും അറിയാമോ? അറിയാം. അറിഞ്ഞൂടാ? നിന്നെ പോലെ പലർക്കും അത് അറിഞ്ഞൂടാ. അതെ, അത് ഞാൻ കൃത്യമായിട്ട് ഈ ബുക്കിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. വലിയ കണ്ടുപിടുത്തോ? എന്ത് വലിയ കണ്ടുപിടുത്തോ അല്ലേ? ഞാൻ അടുത്ത ചോദിക്കട്ടാ. ഈ ബീഡിക്കകത്തും ബൈക്കിന്റെ സൈലൻസിനകത്ത് എങ്ങനെ പോകുമായിരുന്നു? പറ. അതിപ്പോ ബീഡിക്കകത്തിരുന്ന് പുകയില കത്തണോണ്ടല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ പുകയിലേക്ക് പുകയില എന്നുള്ള പേരെങ്ങനെ വന്നു? അത് പുകയാണോണ്ട്. എന്നാ മുട്ടുസൂചിയിൽ മുട്ടുസൂചി എന്നുള്ള പേരെങ്ങനെ വന്നു? ഒന്ന് പോയാപ്പാ, ചീള് കേസ് കൊണ്ട് വന്നോളൂ. കുറെ ക്വസ്റ്റ്യൻസ് മാറ്. എന്തോന്ന് ചീള് കേസ്? എന്തോന്ന് ക്വസ്റ്റ്യൻസ്? എനിക്കിപ്പോ കാര്യം മനസ്സിലായി. അസൂയ ഞാൻ ഫേമസ് ആവുന്നതിലുള്ള അസൂയ.